തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ മൊഴി നൽകുമെന്ന് മന്ത്രി കെ രാജൻ. അന്വേഷണം ഇഴയുന്നു എന്നത് മാധ്യമങ്ങളുടെ ധാരണ എന്നുകൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കവെയായിരുന്നു മന്ത്രിയുടെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ. ടിൻഡുദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, എന്തായാലും തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മന്ത്രി കെ രാജന്റെ മൊഴി എടുക്കും എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് മന്ത്രി ആവശ്യമെങ്കിൽ മൊഴി നൽകും എന്നുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ അജിത് കുമാർ ADGP MR അജിത് കുമാർ പൂരം കലക്കലിൽ എന്തെങ്കിലും രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് DGP അന്വേഷിക്കുന്ന അന്വേഷണത്തിലാണ് 5 മാസങ്ങൾ പിന്നിടുമ്പോൾ റവന്യൂ മന്ത്രി കെ രാജനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുന്നത്. ഇന്ന് സഭാ നടപടികൾ ഉള്ളതുകൊണ്ട് തന്നെ സഭാ നടപടികൾക്ക് ശേഷമായിരിക്കും അദ്ദേഹം ചോദ്യം ചെയ്യാൻ എത്തുക എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധനയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങളിൽ സഹകരിക്കേണ്ട ബാധ്യത തനിക്കുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പാണ് വിവാദമായിട്ടുള്ള തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ DGP അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. DGP അന്വേഷണം പ്രഖ്യാപിച്ചത് പിന്നാലെയാണ് DGP അന്വേഷണം പ്രഖ്യാപിച്ചത് മുന്നേ തന്നെ PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെ ഒരു പരാതി നൽകിയിരുന്നു. വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഇന്നലെ വിജിലൻസ് ക്ലീൻ ചീറ്റ് നൽകിയിട്ടുണ്ട്. ഇനിയുള്ളത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGPക്കെതിരെയുള്ള ആരോപണമാണ്. ഈ ആരോപണത്തിലാണ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും മന്ത്രി കെ രാജൻ ഈ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് DGPക്ക് മുന്നാകെ മൊഴി നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് ഈ വിവാദ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളാണ് മന്ത്രി. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ശരി.